നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പമാണ് പാർട്ടി എന്ന് പ്രഖ്യാപിച്ചത് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറമെ പോയിട്ടില്ല. ചില സന്ദർഭങ്ങളിൽ ചില കമന്റുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് MV ജയരാജൻ പറഞ്ഞൊരു കമന്റ് എന്താ, ആദ്യം ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞത് എന്തായിരുന്നു, ഗൂഢാലോചനയിൽ പങ്കുണ്ട്, അങ്ങനെ കണ്ടൊരു ആരോപണമാണ്, ആത്മഹത്യാ പ്രേരണ. രണ്ടാമത് ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് കൊലപാതകം. അപ്പൊ ആദ്യ ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോയി. ഇതാണ് MV ജയരാജൻ ഉന്നയിച്ചത്. അല്ലാതെ MV ജയരാജൻ അതിനെ തള്ളിപ്പറയോ ഒന്നുമല്ല. ഒരുപക്ഷെ ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് MV ജയരാജൻ സ്റ്റേറ്റ്മെന്റ് വന്നത്. കാരണം ആദ്യം എടുത്തൊരു സ്റ്റാൻഡിൽ പുറകെ പോയി. അപ്പൊ ആദ്യത്തേത് കുറ്റവിമുക്തമായി. അന്വേഷണം തൃപ്തികരമല്ല എന്ന് കുടുംബം ആരോപിക്കുന്ന ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലത്തെ എങ്ങനെയാണ് ചേർത്ത് നിർത്തുന്നതുമായിട്ട് യോജിക്കുക? കുടുംബത്തിൻ്റെതായിട്ടുള്ള നിലയിൽ മുന്നോട്ട് പോകാം, ഒരു പ്രശ്നവുമില്ല. കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടു. എന്താ CPM CBI അന്വേഷണത്തെ എതിർത്തതിന്റെ കാരണം? അത് നവീൻ ബാബുവിന്റെ അന്വേഷണത്തിൽ ഉള്ള CBI അന്വേഷണം അല്ല. അത് CBI എന്ന് പറഞ്ഞ സംവിധാനത്തിന് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. അവർക്ക് കേസ് അന്വേഷിക്കാം, അതിനന്വേഷിക്കുന്നുണ്ട്, ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നുണ്ട്, വെറുതെ പോകുന്ന കേസുകളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ CBI എന്ന് പറയുന്നത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും അത് ഭരണകൂടത്തിന്റെ ഒരു മർദ്ദന ഉപകരണം എന്ന നിലയിൽ വന്നതുകൊണ്ടാണ്. അത് പറഞ്ഞത് ഞങ്ങളല്ല, അത് സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞത്. ഇത് കൂട്ടിൽ അടച്ച കിളിയാണ് എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. അല്ല, ഞങ്ങള് നാളെ വേറൊരു കേസ് വന്നാലും ഞങ്ങളത് തന്നെ പറയും. കുടുംബത്തോടൊപ്പമാണ് പാർട്ടി എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുകയും CPDBയെ ജയിലിൽ നൽകുന്ന വേളയിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ തന്നെ അവരെ സ്വീകരിക്കാൻ പോവുകയും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടതാണ്. സ്വാഭാവികമായി പൊതുസമൂഹം ഇതിനകത്ത് ഒരു അവിശ്വാസം പാർട്ടിയുടെ നിലയുമായി ഉണ്ടാകും. ഒരിക്കലുമില്ല. കാരണം കേസ് അന്വേഷണത്തിൽ തെറ്റായ നിലയിൽ പോലീസ് ഇടപെട്ടാൽ, സർക്കാർ അങ്ങനെ നിർദ്ദേശം കൊടുത്താൽ, അത് ഈ പറയുന്ന അഭി പറഞ്ഞ വാദം ശരിയാണെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഒരാളെ സ്വീകരിക്കാൻ അവിടെ ചെല്ലുന്നത് വ്യക്തിപരമായ താല്പര്യമായിരിക്കും. അതിനകത്ത് എന്ത് ഇടപെടിയില്ല അവര്. അതുകൊണ്ട് ഒരു മെസ്സേജും അക്കാര്യത്തിലില്ല. അതേസമയം അന്വേഷണത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അവിടെ ഗൂഢാലോചന നടത്തുകയോ അല്ലെങ്കിൽ ഉള്ള തെളിവ് മറച്ചു വെച്ച് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ അവിടെയാണ് നമ്മൾ പാർട്ടി തെറ്റായി ഇടപെടുന്നത്. അല്ല മറ്റൊരു തരത്തിൽ. ഇപ്പോൾ അവർ നാളെ റോഡിലൂടെ ഇറങ്ങി നടക്കുന്നു, അല്ലെ പത്തണ്ടേ വരുന്നു, ഞാൻ പോയി സംസാരിക്കുന്നു, എനിക്ക് പരിചയമുള്ള ആളാണ്, അതെങ്ങനെ തെറ്റായിട്ട് വരും? ഒരിക്കലും തെറ്റല്ല. സംസാരിക്കുന്നതും ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ പോകുന്നതും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശക്തമായ നടപടി സ്വീകരിക്കും. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണം എനിക്ക് തോന്നുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ? ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ പറഞ്ഞത്? ഞാൻ വായിച്ച പത്രവാർത്ത വെച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞ് അങ്ങോട്ട് പരാതി ഇവിടെ കിട്ടിയിട്ടില്ല. ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ എത്ര കറക്റ്റായ തീരുമാനമാണ് CMന്റെ ഓഫീസ് എടുത്തിരിക്കുന്നത്? വലിയൊരു സംഭവമല്ലേ? ഇല്ലെങ്കിൽ ഒരു കടലാസ് വാങ്ങിച്ചു വെച്ചിട്ട് എന്താ ബുദ്ധിമുട്ട്? എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമുക്ക് ഓൺലൈൻ പരാതി അയക്കാം, നമുക്ക് ഓഫ്ലൈൻ ഉണ്ടല്ലോ. ഒരു പരാതി അവിടെ കാണിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? നവീൻ ബാബുവിന്റെ അനിയൻ കൊടുത്ത പരാതിയുണ്ട്. കണ്ണൂർ പോലീസ് കൊടുത്ത പരാതിയില് ഒന്ന് ദിദിക്കെതിരെ ആത്മഹത്യാ പ്രേരണ അത് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞിരുന്നത് പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചനയായിട്ട് നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കുന്നുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന മറുപടി ആ ആരോപണം അല്ലെങ്കിൽ ആ പരാതി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്, അതുകൊണ്ട് അത് അന്വേഷിക്കാൻ പറ്റില്ല എന്നാണ് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ കേട്ടുകേൾവി അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ആ നടന്ന സംഭവ ദിവസം ചാനലിലൂടെയാണ് പ്രശാന്തൻ ഇത് പറഞ്ഞത്, കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി കേസ് എടുക്കാത്ത എന്താണെന്നുള്ളത് ഒരു ചോദ്യം ബാക്കിയുണ്ട്. അന്വേഷണ ഏജൻസിയോട് ചോദിച്ചാലേ അറിയാൻ പറ്റും. നമുക്ക് അതിനെപ്പറ്റി ഒരു രൂപവുമില്ല. അല്ലെങ്കിൽ അത് ഈ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ.
നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. കൈക്കൂലി ആരോപണമൊക്കെ ഒന്നുണ്ടായിരുന്നു, ഞാനത് വായിച്ചു. നമ്മുടെ മുമ്പിൽ വരത്തക്കവണ്ണം ഒരു ഇഷ്യൂ അതിനകത്ത് വന്നിട്ടില്ല ഇതുവരെ.